എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയും കുടുംബത്തെയും CPMന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് UDF. ചുങ്കത്തറയിൽ പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണ നൽകിയ സംഭവത്തിലാണ് ഭീഷണിയുമായി CPM രംഗത്ത് വന്നത്. വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയും കുടുംബത്തെയും CPMന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ചുങ്കത്തറ പഞ്ചായത്ത് UDF നേതാക്കൾ. ചുങ്കത്തറയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ഗുണ്ടായിസവും ഭീഷണിയുമാണ് CPM പ്രയോഗിച്ചത്. ഇത് പ്രതിഷേധാർഹമാണ്. നിലമ്പൂർ മേഖലയിലെ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും CPMന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെയാണ് UDF സമീപിച്ചത്. ചുങ്കത്തറയിലെ പ്രസിഡന്റിനെതിരായ അവിശ്വാസത്തെ നേരിടാൻ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണികൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും UDF നേതാക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന അവിശ്വാസ പ്രമേയത്തോടനുബന്ധിച്ച് ചുങ്കത്തറയിൽ CPM ഏരിയ സെക്രട്ടറി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന തെരുവ് ഗുണ്ടായിസും ജീവനും സ്വത്തിനുമെതിരെയുള്ള ഭീഷണിയും ചുങ്കത്തറ UDF കമ്മിറ്റി പ്രതിഷേധം അറിയിക്കുന്നതിനും അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുകയോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം. ചുങ്കത്തറ UDFന്റെ സ്വതന്ത്ര സ്ഥാനായി മത്സരിച്ച നജിമുന്നീസ MLA ആയിരുന്ന അൻവറിൻ്റെ സഹായത്തോടെ കാലുമാറുകയും 4/4/2022 അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അതിനെ എല്ലാ ജനാധിപത്യ മര്യാദയോടു കൂടിയാണ് UDF സമീപിച്ചത്. ഒരു ഭരണമാറ്റത്തിനു വേണ്ടി CPMന്റെ എല്ലാ ആദർശങ്ങളും പണയം വെച്ച് ഞങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയപ്പോഴും ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടു. പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിശ്വാസ പ്രമേയം നടന്ന ചർച്ച ദിവസവും തിരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ അതിനെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാലുമാറ്റത്തിനെതിരെ നിയമപരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് നടത്തി ആ വ്യക്തിയെ അയോഗ്യയാക്കി ഞങ്ങൾ ജനാധിപത്യ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ആദർശവും വീമ്പിളക്കുന്ന ഈ CPM എന്ന വിശ്വാസവഞ്ചകർക്കെതിരെ കളക്കുന്നിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും കാലം ഭരണത്തിൽ തുടർന്നു. ഇപ്പോൾ അവരുടെ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തപ്പോൾ ഗുണ്ടായിസവും ഭീഷണിയും നടത്തി എല്ലാ ജനാധിപത്യ സീമകളും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് ചാർജ് വാങ്ങി അവർക്ക് മടങ്ങേണ്ടിയും വന്നു. ഒരു കാര്യം കൂടി UDF പറയാണ്, അക്രമ രാഷ്ട്രീയത്തിന് ഞങ്ങൾ അനുകൂലമല്ല, എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നുസൈബയും കുടുംബത്തെയും എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയിൽ അത്രയധികം വിശ്വാസമാണ് ഞങ്ങൾക്ക്. എന്തും നേരിടാനുള്ള ഞങ്ങളുടെ പ്രവർത്തകരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അക്രമ രാഷ്ട്രീയത്തിന് UDF അനുകൂലമല്ല, എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ വേളയിൽ പക്ഷാപാതപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ കളക്ടർക്ക് പരാതി നൽകുമെന്നും UDF പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാവ, കൺവീനർ താജ സക്കീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പുത്തലത്ത് മാനോ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി UA സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി UDFും അതിനെ ജനാധിപത്യ മര്യാദകളോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത്. എവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, അമരമ്പല പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ പോത്തുകല്ല് പഞ്ചായത്തിലാണെങ്കിലും അവിശ്വാസം പാസ്സായപ്പോൾ അതിനെ ജനാധിപത്യ മര്യാദയോട് കൂടി കണ്ടു, അത് മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു വിജയിച്ചു. അതുപോലെ തന്നെയാണ് ചുങ്കത്രയിൽ വത്സമ്മ സെബാസ്റ്റ്യൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം 2 വർഷത്തോളം പ്രസിഡൻ്റായി. ആ 2 വർഷം കഴിഞ്ഞ ശേഷം CPM ആണ് നിങ്ങൾക്കറിയാം അവിശ്വാസ പ്രമേയം കൊടുക്കുന്നത്. ആ അവിശ്വാസ പ്രമേയം പാസ്സായി. നിങ്ങൾക്കറിയാം, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള UDFന്റെ ഒരു മെമ്പറെയാണ് അവരവിടെ കൂറുമാറ്റിയത്. പക്ഷേ UDF അതിനെ അക്രമ രാഷ്ട്രീയത്തോടു കൂടിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ പഞ്ചായത്തിൻ്റെ വികസന സംവിധാനങ്ങളും പഞ്ചായത്തിൻ്റെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും വിഷയത്തിലോ
എതിർത്ത് നിൽക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ എ+ വിഷൻ എടക്കര. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.